സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ആണ്. സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം കോർ ബ്രാഞ്ചസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിൽ സ്കോപ്പ് ഓഫ് എക്കണോമിക്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ കോർ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് മെയിനായിട്ടും വരുന്ന 2 ബ്രാഞ്ചസ് ആണ്. എക്കണോമിക്സിൽ വരുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതും മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമി ആസ് എ ഹോൾ, എക്കണോമി മൊത്തമായിട്ട് പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സും ആണ്. അതിൽ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റഡീസ് the behavior of individual unit. It explore consumer theory, producer theory, etc. കൺസ്യൂമർ തിയറി, പ്രൊഡ്യൂസർ തിയറി പോലുള്ളവയെ കുറിച്ച് പഠിക്കുന്നതിനാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നത്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കണോമി ആസ് എ ഹോൾ ആയിട്ട് പഠിക്കുന്നത്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് അനലൈസ് ദി എക്കണോമി ആസ് എ ഹോൾ. It focus on aggregate indicators like national income, inflation, unemployment, economic growth, etc. അതായത് നാഷണൽ ഇൻകം, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, എക്കണോമിക് ഗ്രോത്ത് പോലുള്ളവ അനലൈസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്, മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറയുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. മൈക്രോ എക്കണോമിക്സിന്റെ 2 പേരുണ്ട്, മാർഷലും റിക്കാർഡോയും. മാർഷലും റിക്കാർഡോയാണ് മൈക്രോ എക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറയുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. മൈക്രോ എക്കണോമിക്സിന്റെ 2 വ്യക്തികളാണ് മാർഷലും റിക്കാർഡോയും. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് സ്പെഷ്യലൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ഫീൽഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചസ്, സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസ് ഉണ്ട് എക്കണോമിക്സില്. ഇത്രയും ബ്രാഞ്ചസ് കൂടാതെ കൂടുതൽ ബ്രാഞ്ചസുകൾ ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഇപ്പോൾ പറയുന്നത് ഇന്റർനാഷണൽ എക്കണോമിക്സ്, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, എൻവയോൺമെന്റൽ ആൻഡ് റിസോഴ്സ് എക്കണോമിക്സ്, ഹെൽത്ത് ആൻഡ് ബിഹേവിയറൽ എക്കണോമിക്സ് എന്നിവയെ കുറിച്ച് മാത്രമാണ്. അതിൽ ഇന്റർനാഷണൽ എക്കണോമിക്സ് പഠിക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് പോലുള്ളവ, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഇന്റർനാഷണൽ ട്രേഡ് അതുപോലുള്ളവ പഠിക്കുന്നതാണ്. അതുപോലെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച്, അതായത് ലിവിങ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സിറ്റുവേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ലിവിങ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഡെവലപ്മെന്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ആൻഡ് റിസോഴ്സ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് എൻവയോൺമെന്റൽ ആൻഡ് റിസോഴ്സ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഹെൽത്ത് ആൻഡ് ബിഹേവിയറൽ എക്കണോമിക്സ്. എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടർ ഒക്കെ എങ്ങനെ ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനമെടുക്കുന്നതിൽ ഹെൽത്ത് ഫാക്ടേഴ്സ് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹെൽത്ത് ആൻഡ് ബിഹേവിയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എക്കണോമിക്സിൽ നടക്കുന്നത് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ പോലുള്ളവ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്ത കമ്മോഡിറ്റീസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കൺസംഷൻ എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് യൂസ് ചെയ്യുന്നതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. പിന്നീട് അതുകൂടാതെ എക്സ്ചേഞ്ച് അതൊക്കെ നടക്കുന്നുണ്ട് എക്കണോമിക്സിൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്കോപ്പ് ഓഫ് എക്കണോമിക്സിനെ കുറിച്ച് പറയുന്നത്. ഈ ബ്രാഞ്ചസുകൾ കൂടാതെ ഒരുപാട് ബ്രാഞ്ചസുകൾ എക്കണോമിക്സിലുണ്ട്.